ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ഡേ 3 ഇൻ യൂറോപ്പ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാനിപ്പോൾ ഗേത്തൂൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു ഡേ ട്രിപ്പ് എടുത്ത് വന്നതാണ്. സോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഗേത്തൂൺ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഒരു ബോട്ട് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടില്ല. അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് 11:30 ഉള്ളൂ. ഇപ്പം 7:15 ആയിട്ടുള്ളൂ. ഐ ഹാവ് എ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം മൈ ഹോസ്റ്റൽ. അപ്പം അതിൻ്റെ ടൈമിങ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു 6:30 to 9:30 ആണെന്ന് തോന്നുന്നു. സോ ഏതായാലും ഒന്ന് റെഡി ആയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. സോ ബ്രഷ് ചെയ്യാൻ പോവാണ്. ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് കാണിക്കാം. I see the weight that's on your shoulder. The autumn leaves, yeah, they change and we feel older. He gave his attention to someone else, thought he could leave your heart on a shelf. You don't need that girl. You couldn't see through all of his lies, him starting the fights and no compromise. You don't need that girl. അവിടെ കാണുന്ന ആ ബിൽഡിംഗ് കണ്ടോ, അതായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. സോ ഇങ്ങനെയാണ് ഹോസ്റ്റലിൻ്റെ ഔട്ട്സൈഡ് ഏരിയ ഒക്കെ കാണാൻ കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഒരു കാര്യം പറയാം. ഞാൻ ഇന്നലെ വന്നപ്പോൾ നമ്മൾ ആ വില്ലേജ് ഇവിടുന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു 1.5 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ്. അപ്പോൾ വില്ലേജിൻ്റെ എൻട്രിയുടെ അവിടെ ബോട്ടിംഗ് കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇന്നലെ ഞാൻ വന്നപ്പോൾ അവിടെ അന്വേഷിച്ചപ്പം 45 യൂറോസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക്. അപ്പം എത്ര മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരാളാണ്, എനിക്ക് അത്രയും സ്പെൻഡ് ചെയ്യാൻ തോന്നത്തില്ല. സോ അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചത് ഓക്കെ, ബോട്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ പോകുന്നത് കാണാം, നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാം എന്നായിരുന്നു ഞാൻ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ബോട്ടിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ ഹോസ്റ്റലിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ ഹോസ്റ്റൽ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ജസ്റ്റ് ചോദിച്ചു, ബോട്ടിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ബോട്ടിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഓക്കെ, 45 യൂറോസൊന്നും കൊടുത്തിട്ട് ഞാൻ എന്തായാലും ബോട്ടിങ് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ വെറുതെ ഇവിടെ വരെ വന്ന് ഒന്ന് ചോദിച്ചപ്പം 12.5 യൂറോസാണ് ഇവിടെ പറഞ്ഞത്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയൊരു 3 ഇരട്ടിനേക്കാൾ കൂടുതലാണ് ആ വില്ലേജിൻ്റെ അവിടെ വെച്ച് നമ്മൾ ബോട്ടിങ് എടുത്താലാവുന്നത്. അപ്പം 12.5 യൂറോസിന് ഞാൻ ഇന്ന് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. കാരണം ഇവിടെ 11:30 ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് 2 ടൈമിങ്ങിലേ ഉള്ളൂ. ഒന്ന് മോർണിംഗ് 11:30, പിന്നെ ആഫ്റ്റർനൂൺ 2:40 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിക്കിന്ന് 12 PM ചെക്കൗട്ട് ആയിരുന്നതുകൊണ്ട് ഞാൻ 11:30യുടെ ബോട്ടിങ്ങിന് ഒരു ടിക്കറ്റ് എടുത്തു. 12.5 യൂറോസാണ് ആയത് ഇവിടുന്ന് ഇവർ. പക്ഷേ ഇത് കവേർഡ് ബോട്ടാണ്, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ നമുക്ക് ഗൈഡഡ് ടൂർ കിട്ടും. കനാലിൽ കൂടെ ഇവിടുന്ന് നമ്മൾ വില്ലേജ് വരെ ഇവർ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പിന്നെ അതല്ലാണ്ട് ഇങ്ങനത്തെ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളും ഉണ്ട് കേട്ടോ. എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗൈഡഡ് ബോട്ടിംഗ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ടിക്കറ്റും എടുത്തു. പക്ഷേ എനിക്കിനി ഒരു 1 hour ഇവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ചെക്കൗട്ടും ചെയ്തിട്ടാണ് വന്നത്. സോ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം. ഇന്നും ഒരു പ്ലസൻറ്റ് ഡേ ആണ് കേട്ടോ. താങ്ക്ഫുള്ളി എനിക്ക് മഴ പെയ്യരുതെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ നോക്ക്, നല്ല താറാവിൻ്റെ ഒക്കെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ. Let me show you that. And I promise you that I won't ever lie. I'll be
be there for you, baby. You and I can touch the sky. I'll care for you and I'll keep you in my sight. Yeah, I'll be watching, baby, to make sure this love don't die. 'Cause I need you like a bird needs to take flight. And I will love you, baby, I will love you every night. And I promise you I'll stay by your side. Stay by your side. I see. അങ്ങനെ 1 മണിക്കൂറത്തെ ബോട്ടിങ്ങിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തി. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അവിടുന്ന് ഞാനൊരു കോഫിയും ഒരു സാൻഡ്വിച്ചും വാങ്ങി പോകുന്ന വഴിക്ക് ട്രെയിനിലോ ബസ്സിലോ വല്ലതും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം 12:30 ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മണിക്കൂർ എടുക്കുമായിരിക്കും ഞാൻ ആംസ്റ്റർഡാമിൽ തിരിച്ചെത്താൻ. അപ്പോഴത്തേക്കും വിശക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് സാൻഡ്വിച്ച്. ഞാൻ ബാഗിൽ വെച്ചു, കോഫി ഇപ്പോൾ കുടിച്ചുകൊണ്ട് നടക്കുക. ഇനി ബോട്ടിങ്ങിനെ പറ്റി പറയാം. 12.5 യൂറോസിന് കുഴപ്പമില്ല, യു ക്യാൻ ഗീവ് ഇറ്റ് എ ട്രൈ. പക്ഷേ എനിക്ക് പേഴ്സണലി നടന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള അത്രയും ടൈം നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും നടന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ. പക്ഷെ ബോട്ടാകുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. പക്ഷേ ഗെയ്ത്തൂണിലെ ഒരു മസ്റ്റ് ട്രൈ ആണ് ബോട്ടിങ് എക്സ്പീരിയൻസ് ഇവിടുത്തെ. അതുകൊണ്ട് ഒന്ന് ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ ദർ ഈസ് വൺ മോർ ഓപ്ഷൻ, സൈക്കിൾ റെൻറ്റിന് എടുക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം കുറേ സൈക്കിൾ ചെയ്ത് മടുത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ സൈക്കിൾ എടുത്തില്ല. എനിവേയ്സ്, ഞാൻ ഗെയ്ത്തൂണിനോട് ബൈ പറയുവാണ്. ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ടു ആംസ്റ്റർഡാം. He couldn't treat you colder. Those autumn leaves, they change and we feel older. Yeah, he gave his attention to someone else. Thought he could leave your heart on a shelf. You don't need that girl. You couldn't see through all of his lies. Him starting the fights and no compromise. You don't need that girl. And I promise you that I won't ever lie. I'll be there for you, baby. You and I can touch the sky. I'll care for you and I'll keep you in my sight. Yeah, I'll be watching, baby, to make sure this love don't die. 'Cause I need you like a bird needs to take flight. And I will love you, baby, I will love you every night. And I promise you I'll stay by your side. Stay by your side. Stay by your side. Stay by your side. ഞാൻ ഗെയ്ത്തൂണിൽ നിന്ന് തിരിച്ച് ആംസ്റ്റർഡാം സെൻട്രലിൽ വന്നിറങ്ങിയിട്ട് ബേഗിൻ ഹോഫ് എന്ന് പറയുന്ന ഒരു മിഡീവൽ കോർട്ട്യാർഡാണ്. ആദ്യം അങ്ങോട്ടാണ് പോയത്. അവിടെ ഒരു ചേർച്ച് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഇരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. പിന്നെ ആ കോർട്ട്യാർഡൊക്കെ ഇങ്ങനെ ഒന്ന് നടന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ബ്ലൂമൻ മാർക്കറ്റിലോട്ടാണ് വന്നത്. അതിങ്ങനെ ഈ കനാൽ ബെൽറ്റിൻ്റെ സൈഡിലുള്ള ട്യൂലിപ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഒരു സൈഡ് തൊട്ട് ഇങ്ങേറ്റം വരെ ഫുള്ള് ട്യൂലിപ്സിൻ്റെ ഷോപ്സും ഒക്കെ ആയിട്ട്. ഞാൻ വാങ്ങിയില്ല ഒന്നും. അത് കഴിഞ്ഞിട്ട് കനാൽ ബെൽറ്റിൻ്റെ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയും ആൾക്കാരെയൊക്കെ ഇങ്ങനെ കാണുവാണ്. ആൻഡ് ഈവനിങ് ആയപ്പോഴത്തേക്കിനും നല്ല ക്രൗഡഡ് ആയിട്ടുണ്ട്. വാൻ സ്റ്റെപ്ലിയുടെ കുക്കീസ് ഞാൻ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 5:15 ആയപ്പോൾ ഞാൻ അവിടെ എത്തി. ഞാൻ ആ ക്യൂ കാണിച്ചു തരാം. അവിടെ എത്തിയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞത് 4 കുക്കീസും കൂടെ മിച്ചമുള്ളൂ. 4 കുക്കീസും കൂടെ മിച്ചമുള്ളൂ. അതുകൊണ്ട് നാളെ വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ അധികം സമയം നിന്നില്ല. കുറേ ആൾക്കാരൊക്കെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വിഷമം തോന്നിയില്ല. പക്ഷേ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. കുറേ വീഡിയോസിലൊക്കെ കണ്ട്. എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു, അവരും പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ വരാം. നാളെ സമയമുണ്ട്. നാളെ ഫുൾ ഡേ ഉണ്ട് എനിക്ക് ആംസ്റ്റർഡാമിൽ. അപ്പോൾ നാളെ എന്തായാലും ഞാനത് ട്രൈ ചെയ്യും. ഇപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഡിന്നർ കഴിച്ചിട്ട് റൂമിൽ പോകാം. എനിക്കിന്നൊന്ന് ഹെയർ വാഷ് ചെയ്യണം. ഡിന്നർ കഴിക്കാൻ ഞാൻ ദ പാൻട്രി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡച്ച് ഫുഡാണ് അവിടുത്തെ മെയിൻ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്കെൻ്റെ ടേബിൾ കിട്ടി. ബട്ട് താങ്ക്ഫുള്ളി എനിക്കൊരു കോർണറിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതാണ് ഇതിനകം ഒരു ചെറിയൊരു പാലസ് വൈബൊക്കെ തോന്നുന്നുണ്ട്. എനിവേസ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫുഡിൻ്റെ പേരെനിക്ക് കാണാതെ പറയാൻ അറിയത്തില്ല. ഒരു കോമ്പിനേഷൻ ഓഫ് ഹട്ട്സ്പോട്ട്, ബോറൻ കൂൾ സ്റ്റാമ്പോട്ട് ആൻഡ് ബ്ലോയിം കൂൾ സ്റ്റാമ്പോട്ട്. അതായത് മാഷ്ഡ് പൊട്ടറ്റോസ് വിത്ത് ക്യാരറ്റ്സ്, ക്യാബേജ്, കോളിഫ്ലവർ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വെജിറ്റേറിയൻ ഡച്ച് ഡിഷാണ്. അപ്പം ഞാൻ ആംസ്റ്റർഡാമിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ ഡച്ച് മീൽ കഴിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഡ്രിങ്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് വൈൻ പോലത്തെയാണെന്ന് തോന്നുന്നു. റോസ് ഒക്കെ ഫ്ലേവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ എൻ്റെ പെർഫെക്റ്റ് ഹാപ്പിനെസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ശംഖുപുഷ്പമല്ലേ ഇങ്ങനെ ഒരു പർപ്പിൾ കളറ് വരുന്ന അതുപോലെയൊക്കെ ഉണ്ട്. ഒരു ഉജാല കലക്കിയ പോലെയൊക്കെ ഉണ്ട് കണ്ടാൽ. പക്ഷെ കൊള്ളാം. Now I'm waiting for my food. അപ്പം എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കോമ്പിനേഷൻ ഓഫ് 3 സംഭവങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഹട്ട്സ്പോട്ടാണ്. അതായത് മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് ക്യാരറ്റ്, പിന്നെന്തോ ആപ്പിൾ സോസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ വിത്തൗട്ട് സോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടറ്റോ മാഷ് ചെയ്ത് നമ്മൾ ആലു പറാത്തക്കൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വെക്കൂലേ, ആ ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. പക്ഷേ സോസ് കൂടെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ആപ്പിൾ സോസ് വേറെ തന്നിട്ടുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ട് കഴിക്കുമ്പം കുറച്ച് സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ വരുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ കോളിഫ്ലവറും മാഷ്ഡ് പൊട്ടറ്റോയും കൂടെ ഉള്ളത് ട്രൈ ചെയ്യാൻ പോവാം. ഞാൻ വിത്ത് സോസ് തന്നെ ട്രൈ ചെയ്യുവാണ്. കാരണം അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രയ്ക്ക് ക്യാരറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ക്യാബേജാണെന്ന് തോന്നുന്നു. ഗ്രീൻ ക്യാബേജും പൊട്ടറ്റോയും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും എൻ്റെ ഫേവറേറ്റ് ഒന്ന്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. കൊള്ളാം. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ ഡച്ച് ഫുഡ് ട്രൈ ചെയ്യുവാണ്.